ഇത് കേരളമാണ്. ഇവിടെ ഈ പരിപ്പ് വേവില്ല തുടങ്ങിയ പല്ലവികൾ നാം കേരളത്തിൽ സ്ഥിരം കേൾക്കുന്നതാണ്. ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. ഞങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഞങ്ങൾ പ്രബുദ്ധരാണ്, പുരോഗമനക്കാരാണ്. ഞങ്ങൾ മറ്റാരെക്കാളും മികച്ചവരാണ്. ഇത്തരത്തിലുള്ള മനോഭാവവും പല്ലവികളും പ്രചാരണങ്ങളും എല്ലാം അപകടകരമായ ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വിഘടനവാദത്തിൻ്റെ നേർ ലക്ഷണങ്ങളാണ്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട്, അതായത് മഹാരാജ്യമെന്ന ഭാരതത്തിൻ്റെ ആ ശരീരത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കാനുള്ള ആ പ്രവണത വലിയ ആപത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ ആപത്തിൻ്റെ ലക്ഷണമാണ്. ആപത്തിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് നിന്നാൽ ഈ കേരളം ഒന്നുമല്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. കണ്ണോ മൂക്കോ കാലോ കയ്യോ ഒക്കെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴാണ് അതിന് വിലയുള്ളത്, ജീവനുള്ളത്. ഇല്ലെങ്കിൽ അതൊക്കെ പുഴുവെടുത്ത് നശിച്ചു പോവുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഈ വേറിട്ട് നിൽക്കാനുള്ള വാസന പണ്ടുണ്ടായിരുന്നത് കൊണ്ടാണ് വിദേശികൾക്ക് ഇന്ത്യയെ നിഷ്പ്രയാസം കീഴടക്കാൻ പറ്റിയത്. ഇപ്പം മുഗളന്മാർ വന്നിരുന്നു. അവർ കൊച്ചു രാജ്യങ്ങളായിട്ട് അതിനു മുമ്പ് മൗര്യ സാമ്രാജ്യവും ഗുപ്ത സാമ്രാജ്യവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ മുഗളന്മാർ വരുന്നു. അപ്പോഴത്തേക്ക് ഈ മൗര്യ സാമ്രാജ്യം അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യമൊക്കെ ദുർബലമായതോടുകൂടി അതിലെ ഘടക ഭാഗങ്ങളായ നാട്ടുരാജ്യങ്ങൾ വേറിട്ട് സ്വതന്ത്രമായി നിൽക്കാൻ തുടങ്ങി. അവർ വിചാരിച്ച് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഞങ്ങൾ വലിയ ശക്തിയാകും. ഒന്നും സംഭവിച്ചില്ല. അവർ സ്വയം ദുർബലരായി, രാജ്യത്തെ തന്നെ ദുർബലരാക്കി, പിന്നെ നാശത്തിലേക്ക് വഴിതെളിച്ചു. അപ്പോൾ ഈ കടന്നു വരുന്ന വിദേശികൾക്ക് ഓരോ ഈ കൊച്ചു നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം പറഞ്ഞാൽ ഈ നാട്ടുരാജ്യങ്ങൾ പരസ്പരം കലഹത്തിലാണ്. ആര് വലുതൻ, അല്ലെങ്കിൽ ഒറ്റൊരാൾക്ക് പാര വെക്കുക, ആരെ നമുക്ക് കീഴടക്കി നമ്മുടെ സാമ്രാജ്യം വർദ്ധിപ്പിക്കുക. ഈ തരത്തിലുള്ള ചിന്താഗതിയിൽ അശക്തന്മാർ ചിന്തിക്കുമ്പോൾ അത് ഏറ്റവും വിനാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. അങ്ങനെയാണ് മുഗളന്മാരുടെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത്. മുഗളന്മാർ ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ഗവർണർമാരായ നവാബുമാരൊക്കെ വെവ്വേറെ മാറാൻ തുടങ്ങി. അവർക്കും വേണം സ്വാതന്ത്ര്യം. അങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. ഈ ബംഗാളിലെ നവാബിന് കീഴടക്കാൻ റോബർട്ട് ക്ലൈവിന് നിസാരം കൈക്കൂലി കൊടുത്താൽ മതിയായിരുന്നു. മിർ ജാഫറിന് കൈക്കൂലി കൊടുത്തു. അയാൾ സൈന്യത്തെ പിൻവലിച്ച് മാറി നിന്നു. അങ്ങനെ ബംഗാൾ വീണു. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ വീണു. ബംഗാൾ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ. അവിടെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് അവർ ഇങ്ങനെ മണ്ണ് ചുരണ്ടാൻ തുടങ്ങി. അടുത്തടുത്തുള്ള മറ്റ് നാട്ടുരാജ്യങ്ങളെല്ലാം പ്രബലരായിരിക്കാം, പക്ഷേ ആ പ്രാബല്യം ഐക്യമില്ലായ്മ മൂലം അവർ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഐക്യമില്ലായ്മ മൂലം അവരെല്ലാം ഈ കടന്നു വരുന്ന ആക്രമണകാരികൾക്ക് വിധേയരായിപ്പോയി, കീഴടങ്ങിപ്പോയി. ഈ തുണ്ടായി മാറാനുള്ള ഈ വാസനയാണ് ഇങ്ങനെ ഞങ്ങൾ വലിയ പ്രബുദ്ധരാണ്, ഞങ്ങൾ ഇന്ത്യയിലെ മറ്റുള്ളവരെക്കാൾ വലിയ മികച്ചവരാണ് എന്നൊക്കെ ധരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. ഒരു ചുക്കുമില്ല അതിനകത്തൊന്നും, ഒരു ന്യായവുമില്ല. വെറും വ്യാമോഹങ്ങൾ മാത്രമാണ്. ഒറ്റയ്ക്ക് നിന്നാൽ കേരളം ഒന്നുമല്ല എന്നുള്ളത് അറിയണം. ആരെങ്കിലും ഒരു വിദേശിക്ക് വന്ന് കീഴടക്കി ഭരിക്കാൻ എന്തെളുപ്പമാണ്. നമ്മളൊരു സൈന്യത്തുണ്ട്. ഈ ടിപ്പു സുൽത്താൻ, മൈസൂർ, അതുപോലെ തന്നെ നൈസാം, തിരുവിതാംകൂർ മഹാരാജാവ്, കൊച്ചി രാജാവ്, പിന്നെ സാമൂതിരി, ഇതിനെയൊക്കെ വരുതിയിൽ നിർത്താൻ ബ്രിട്ടീഷുകാർക്ക് എത്ര എളുപ്പം സാധിച്ചു എന്നുവെച്ചാൽ ഇത് പരസ്പരം ടിപ്പു സുൽത്താൻ മറ്റുള്ള രാജ്യങ്ങളെ അതായത് സാമൂതിരിയെയും കൊച്ചി രാജാവിനെയൊക്കെ ആക്രമിക്കുന്നു, കീഴടക്കാൻ ശ്രമിക്കുന്നു. തിരുവിതാംകൂറിൽ വന്നപ്പോഴത്തേക്ക് അത് നടന്നില്ല, അത്രയേ ഉള്ളൂ.
അതുപോലെ മറ്റൊരു രാജ്യങ്ങളെല്ലാം കീഴടക്കി ടിപ്പു സുൽത്താൻ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനാനി? ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എന്തിനാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്തത്? സ്വന്തം സാമ്രാജ്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ബ്രിട്ടീഷുകാർ സ്വന്തം അയാളുടെ സാമ്രാജ്യത്തിന് എതിരായിട്ട് നിന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അയാൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിർക്കത്തില്ലായിരുന്നു, അവർക്കെതിരെ യുദ്ധം ചെയ്യുകയില്ലായിരുന്നു. അങ്ങനെ ഒരു ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമായി കാണാൻ താല്പര്യമുള്ള ഒരു രാജാവായിരുന്നെങ്കിൽ കൊച്ചിയെയും സാമൂതിരിയെയും ഒന്നും ആക്രമിക്കത്തില്ല. അവരെയൊക്കെ ഒരുമിച്ച് നിർത്താനേ അദ്ദേഹം നോക്കുകയുള്ളൂ. അങ്ങനെ ഈ ഭാരതം എന്ന് പറയുന്നത് ഇങ്ങനെ വിവിധ ദേശീയതകളുടെ ഒരു കൂട്ടായ്മയാണ്, അല്ലാതെ ഒറ്റ ദേശീയതയല്ല. വിവിധ ദേശീയതകളുടെ അത് ഹിന്ദു സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണത്. കാരണം എന്ന് പറഞ്ഞാൽ വൈവിധ്യത്തിൽ ഏകത്വം കാണുന്നവരാണ്, നാനാത്വത്തിൽ ഏകത്വം കാണുന്നതാണ് ഹിന്ദു സംസ്കാരം. നാനാത്വത്തിൽ ഏകത്വം കാണുക, അതായത് ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ അനിവാര്യ സ്വഭാവമാണ് വൈവിധ്യമെന്ന് തിരിച്ചറിഞ്ഞവരായിരുന്നു ഭാരതത്തിലെ പുരാതന ഋഷിമാർ. ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ ഹിന്ദു സംസ്കാരം ഈ സമുദ്രം മുതൽ അങ്ങ് ഹിമാലയം വരെ വ്യാപിച്ച് നിന്നിരുന്നത്. ഈ കൊച്ചു കൊച്ചു രാജ്യങ്ങളെ കൂട്ടിയിണക്കിയ സിമൻറ്റ് ചെയ്തുറപ്പിച്ച സിമൻ്റായിരുന്നു ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ വൈവിധ്യം വേണം. വൈവിധ്യം നമ്മളുടെ പ്രകൃതിയുടെ സ്വഭാവമാണ്. വൈവിധ്യം വേണം. പക്ഷേ ആ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഏകശക്തിയായി ഏകശാസനത്തിന് കീഴിൽ നിൽക്കാൻ ഇന്ത്യക്ക് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും നാം അടിമത്തത്തിലേക്ക് പോവും, പാരതന്ത്ര്യത്തിലേക്ക് പോകും. അത് നാം കാണണം. കേരളത്തിൽ ഇങ്ങനെ ഊറ്റം കൊണ്ട് നടക്കുന്ന പുരോഗമനക്കാരും അതുപോലെ തന്നെ ഈ മിഥ്യാബോധക്കാരും അതുപോലെ തന്നെ വലിയ പ്രബുദ്ധരാണെന്ന അവകാശപ്പെടുന്നവരുമൊക്കെ ഈ സത്യം മനസ്സിലാക്കണം. കേരളം വേറെ, തമിഴ്നാട് വേറെ, കന്നഡ വേറെ, അങ്ങനെ കൊച്ചു കൊച്ചു രാജ്യങ്ങളായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്ര ഭൂപ്രദേശങ്ങളായിട്ട് മാറിയാൽ തങ്ങൾക്കങ്ങ് വിലസിക്കളയാം എന്നൊക്കെയുള്ള ധാരണ അത് മനസ്സിൽ വയ്ക്കുക. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇന്നിപ്പോൾ ഇവിടെ ഇന്ത്യയിലൊരു ശക്തമായ കേന്ദ്ര ഭരണമുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ അത് നടക്കത്തില്ല. നടത്തണമെന്ന് പറയുന്നത് നടത്താമെന്ന് വിചാരിക്കുന്നത് തന്നെ ആത്മഹത്യാപരമാണെന്ന് ഇവരൊക്കെ അറിയണം. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ കേരളം മലയാളി എന്നുള്ള ഐഡൻറ്റിറ്റിയോട് കൂടി നിൽക്കണം. പക്ഷെ അത് ഭാരതമെന്ന മഹാരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അത് നാം മനസ്സിലാക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, കാതും കൈയും കണ്ണും ഇതൊക്കെ വേറെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ണ് വിചാരിക്കുന്നു ഞാനാണ് വലിയ ആളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ണിന് കേൾക്കാൻ പറ്റുമോ? കണ്ണിന് നടക്കാൻ പറ്റുമോ? അപ്പം അത് പരസ്പര പൂരകമായിരിക്കണം ഒരു രാഷ്ട്ര ശരീരമെന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആ രാഷ്ട്രത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവരവരുടെ കഴിവിനനുസരിച്ച് കർമ്മം ചെയ്യുക. ഇതാണ് ഓരോ ഓരോ കൊച്ചു കൊച്ചു പ്രദേശങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങളും ചെയ്യേണ്ടത്. അതായത് ഒരു വിവിധ ദേശീയതകളുടെ കൂട്ടായ്മയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കൂട്ടായ്മയാണ് ഭാരതം. അത് നമ്മൾ അംഗീകരിക്കണം. അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള ഈ വിവിധ ദേശീയതകളുടെ കൂട്ടായ്മയായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് മൊത്തത്തിലൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതിനെ അംഗീകരിക്കണം. ഇത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന മഹാ ആപത്താണ്. തുക്കട ഗാങ്ങുകളുടെ സ്വഭാവമാണ്. അവർ ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരെ തിരിച്ചറിയുക, ഒറ്റപ്പെടുത്തുക. ജയ് ഹിന്ദ്.